everyone, welcome back to my YouTube channel. And by the way, ഞാനിപ്പോൾ ഈ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എൻ്റെ മൈക്കിൽ എൻ്റെ വോയിസ് റെക്കോർഡ് ആവുന്നുണ്ടെന്ന്. പക്ഷേ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തു രാത്രിയാണ് ഞാൻ അറിയുന്നത് ഈ വോയിസ് ഒന്നും റെക്കോർഡ് ആയിട്ടില്ല എന്നുള്ള കാര്യം. സോ എനിക്കിപ്പോൾ വോയിസ് ഓവർ ചെയ്യേണ്ടി വന്നു. കുറേ നാളായില്ലേ നമ്മൾ ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ 2 മാസം മുമ്പാണ് ലാസ്റ്റ് ഒരു ലോങ് വീഡിയോ ഇട്ടത്. എന്തുകൊണ്ടാണ് ഞാനൊരു ലോങ് വീഡിയോ ഇടാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ലോങ് വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇനി തൊട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. സോ നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് പോസ്റ്റിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡി ആവാനായിട്ടുള്ള ഇരിപ്പാണ്. ആൻഡ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ, എൻ്റെ പേര് നന്ദന. ഞാൻ ഒരു BSc റെസ്പിറേറ്ററി തെറാപ്പി ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പോസ്റ്റിങ്ങിന് പോകാനായിട്ട് റെഡി ആയാലോ? ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ മെസ്സിലേക്ക് വേഗം പോവുകയാണ്. അപ്പം ഇന്ന് ഞങ്ങൾക്ക് കഴിക്കാനായിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് കഴിക്കാനായിട്ടുണ്ടായിരുന്നത് ബ്രെഡും ബട്ടറുമാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡും ബട്ടറും ഈ ഹോസ്റ്റലിൽ ഇച്ചിരി ഇഷ്ടമുള്ള ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ പെടും. അപ്പം ഞാൻ 3 ബ്രെഡും ഒരു ബട്ടറും എടുത്ത് കഴിച്ചു. പിന്നെ ഞാൻ പോസ്റ്റിങ്ങിലേക്ക് നല്ലൊരു ഓട്ടോ ആയിരുന്നു, കാരണം ഞാൻ ഓൾറെഡി നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പോകാനായിട്ട്. ഗൈസ്, ഞാൻ ഒറ്റയ്ക്കുള്ളൂ ഗൈസ് ലിഫ്റ്റിൽ. ഇപ്പം ലിഫ്റ്റ് എങ്ങാനും നിന്ന് പോയാൽ ഞാനിത് ചെയ്യും എന്നൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ എനിക്ക് തോന്നാറ്. എത്തി. ഇപ്പം എന്നെ കറൻ്റ്ലി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വാർഡ് സൈഡിലാണ്. വാർഡ് സൈഡിൽ നമ്മുടെ മെയിൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പേഷ്യൻസിൻ്റെ A to Z കാര്യങ്ങളും നമ്മൾ നോക്കി വേണം ചെയ്യാനായിട്ട്. ആൻഡ് വാർഡിലായിരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ ദിവസവും ഡോക്ടേഴ്സിൻ്റെ റൗണ്ട്സ് ഉണ്ടാവും. സാറുമാർ കാണാതെ നമുക്ക് വ്ളോഗ് ചെയ്യാം. അങ്ങനെ റൗണ്ട്സ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഓരോ വർക്കായിട്ട് തരും. അപ്പോൾ എൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പേഷ്യൻറ്റിനെ ഒരു ട്യൂമർ ബോർഡ് മീറ്റിങ്ങിന് കൊണ്ടുപോകാന്നുള്ളതായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു പേഷ്യൻറ്റിന് ക്യാൻസറാണ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിന് എന്ത് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്ന് എല്ലാ ഓൺകോളജിസ്റ്റും ഒരുമിച്ചിരുന്ന് തീരുമാനിക്കും. അതാണ് ഈ ട്യൂമർ ബോർഡ് മീറ്റിംഗ്. പക്ഷേ 11 മണിക്ക് എത്തുന്ന മീറ്റിങ്ങിന് ഞങ്ങൾ അവിടെ 10 മണിക്കേ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ നേരം ഞങ്ങൾ വെറുതെ ഇരുന്ന് അവിടെ സമയം കളഞ്ഞു. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ പേഷ്യൻറ്റിനെ ട്യൂമർ ബോർഡ് മീറ്റിങ്ങിന് കൊണ്ടുവന്നേക്കാണ്. അങ്ങനെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വാർഡിലേക്ക് തിരിച്ചു വന്നപ്പോൾ എല്ലാവരും പണിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. Again നമ്മളൊരു ലിഫ്റ്റിൽ വീണ്ടും ഒറ്റയ്ക്കാണ്. Will this lift stop? I don't know. Safely landed. ആൻഡ് രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞു. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ലഞ്ച് ബ്രേക്കായി. അപ്പോൾ എനിക്ക് ആ സമയത്താണെങ്കിൽ ഒരു പാർസൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ എന്തിനു മേടിച്ചതാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ആൻഡ് ഞങ്ങളപ്പോൾ മെസ്സിൽ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് കഴിക്കാനായിട്ടുണ്ടായിരുന്നത് വലിയ പ്രത്യേകിച്ചൊന്നുമില്ല എന്നുള്ള സാധനം തന്നെ. ചോറുണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, തൈരുണ്ടായിരുന്നു, പിന്നെ എന്തോ ബീൻസിൻ്റെ ഒരു തോരനും അച്ചാറും ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് റൂമിൽ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ റൂംമേറ്റ് ഹാദിയ പിയർ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ അവിടെ ലോക്കായിപ്പോയി. കണ്ടോ ഗൈസ്, എനിക്കിങ്ങനെ ക്ലിപ്സിൻ്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. പക്ഷേ ഞാനിങ്ങനെ കാണുമ്പോൾ കുറേ മേടിച്ച് വെക്കും. അപ്പോൾ ഇത്രയും ആയപ്പോൾ എനിക്കിതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടൊരു സാധനം വേണമായിരുന്നു. അതാണ് ഞാനിങ്ങനെ മേടിച്ചത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ക്യൂട്ടില്ലേ. അപ്പോൾ ഇതൊക്കെ ഇനി വെക്കണം. പക്ഷെ ഇതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. ഇത് കണ്ടോ, ചെറുതും വലുതും എല്ലാ സൈസിലും എനിക്ക് കുറേ ക്ലിപ്പുണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് ഈ സംഭവത്തിൽ എടുത്തു വെക്കാം. എൻ്റെ കയ്യിലുള്ള അമിതമായ ക്ലിപ്സിൻ്റെ ശേഖരം കാരണം എനിക്കത് സൂക്ഷിച്ച് വെക്കാനായിട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം ഓർഡർ ചെയ്തത്. ആൻഡ് വെറും 75 രൂപയ്ക്കാണ് ഞാൻ ഈ സാധനം മേടിച്ചത്. ആൻഡ് നല്ല അടിപൊളിയായിട്ട് അത് വർക്കാവുന്നുണ്ടായിരുന്നു. അത് കാണാനും നല്ല രസമുണ്ട്.
കണ്ടില്ലേ, ഇതിങ്ങനെ ചെയ്തു വരുമ്പോൾ ഇത്രയും ക്യൂട്ടാവുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി എൻ്റെ കയ്യിലുള്ള ക്ലിപ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇതിലും കൂടെ ഇങ്ങനെ വന്നപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഉച്ചയ്ക്ക് പോവാണ് ഗൈസ്. ഒരു ആഗ്രഹമില്ലാണ്ട് പോവാണ്. ഉറക്കം വരുന്നു. എൻ്റെ മുഖത്ത് ചിലപ്പോൾ 2 പേരെയൊക്കെ കാണാൻ കണ്ടാവും. ഇപ്രാവശ്യം ലിഫ്റ്റിൽ സോനുണ്ട്. ഉച്ചയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാർഡിൽ അധികം പണിയൊന്നും നോർമലി ഉണ്ടാവാറില്ല. അപ്പം ഞാൻ വന്ന് നോക്കുമ്പോൾ എല്ലാവരും ഇരുന്ന് ലൂഡോ കളിക്കുന്നു. എനിക്കാണെങ്കിൽ എത്ര ഉറങ്ങിയാലും വീണ്ടും വീണ്ടും ഉറക്കം വന്നുകൊണ്ടിരിക്കും. അപ്പം ഞാനാണെങ്കിൽ ഒരു പണിയില്ലാത്തതുകൊണ്ട് അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങി വയ്യാണ്ടായി. അങ്ങനെ എങ്ങനെയൊക്കെയോ 4 മണി വരെ തള്ളി നീക്കി ഞങ്ങൾ വാർഡിനോട് ബൈ ബൈ പറഞ്ഞിട്ട് പോവാണ്. അടുത്ത ദിവസം ഒട്ടും വരാൻ ആഗ്രഹമില്ലാണ്ടാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് എല്ലാ ദിവസവും വന്ന് പോസ്റ്റിങ്ങിന് നിൽക്കണം. പോസ്റ്റിംഗ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ എന്താ ഒന്ന് തുടങ്ങാത്തേന്നായിരുന്നു. തുടങ്ങിയ പിന്നെ ഇതിനൊരു അന്ത്യം ഞാൻ കാണുന്നില്ല. അങ്ങനെ റൂമിലെത്തി. അപ്പം ഞാൻ കുറേ തുണിയൊക്കെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഉണങ്ങിയപ്പോൾ അതൊക്കെ അഴയെന്ന് എടുത്തിട്ട് ഞാൻ റൂമിലേക്ക് കൊണ്ടിടാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറി ഒരു 2 മണിക്കൂർ അടുപ്പിച്ച് ഒരു ശല്യം ഇല്ലാണ്ട് ഞാൻ നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങി. ഒരു 5 മണിയൊക്കെ ആയപ്പോൾ കിടന്നുറങ്ങി ഞാൻ. പിന്നെ ഒരു 7:30 ആയിട്ടാണ് എണീറ്റത്. ആൻഡ് അന്ന് രാത്രി മെസ്സിൽ ഭയങ്കര ശോകം ഫുഡായിരുന്നു. ഞങ്ങൾക്ക് പുളിയോഗരയും അച്ചാറും പരിപ്പ് കറിയായിരുന്നു. പിന്നെ പരിപ്പ് കറി എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഒരു പാക്കറ്റ് ചമ്മന്തിപ്പൊടി ഉള്ളതുകൊണ്ട് മാത്രം എങ്ങനെയൊക്കെയോ കഴിച്ചു. നോർമലി എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂടെ ഒരു കറി ഇഷ്ടമല്ലെങ്കിലും ഞങ്ങൾക്ക് തൈര് ഉണ്ടാവും. അപ്പോൾ ആ തൈര് കൂട്ടിയെങ്കിലും ഞങ്ങൾ കഴിക്കാറുണ്ട്. ആ ദിവസമാണെങ്കിൽ തൈരും ഇല്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് കറി പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അതൊക്കെ കഴിച്ചു. ആൻഡ് സോനു അപ്പുറത്തെ സൈഡിലിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് ലൂഡോ കളിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ സോഫാർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും ഒന്ന് കുത്തിയിട്ട് പോണേ. ഞാൻ എന്താണ് ഇങ്ങനെ കിടന്ന് തുമ്മിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുമ്മൽ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ബൈ ബൈ.